സങ്കീർത്തന പുസ്തകം 77 അധ്യായം അതിന്റെ 19, 20 തിരുവചനങ്ങൾ. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. 20 മോശയുടെയും അഹരോന്റെയും കയ്യാൽ, മോശയുടെയും അഹരോന്റെ കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 7:36 വായിക്കാൻ പോകുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത് ദൈവത്തിന്റെ വഴി സമുദ്രത്തിൽ വെളിപ്പെട്ടു വന്നു. മോശയുടെയും അഹരോന്റെ കയ്യാൽ ദൈവം തന്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. അടുത്തത് പുതിയ നിയമത്തിന് അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായം അതിന്റെ 36 തിരുവചനം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ട് വന്നു. ഇവിടെയും പറയുന്നു, ദൈവം നീണ്ട 40 വർഷം തന്റെ ജനത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തി തന്റെ ജനത്തെ എന്ത് ചെയ്തു? നടത്തിക്കൊണ്ടുവന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളോട് കൈമാറുന്ന ദൈവത്തിന്റെ ശബ്ദം ഇതാണ്. 2 വാക്കാണ് പറയുന്നത്. ഒന്ന് 77:19 വായിച്ചു, ദൈവത്തിന്റെ വഴി. ഉറക്കെ പറ, ദൈവത്തിന്റെ വഴി. അതിന്റെ 20 പറയുന്നു, ദൈവത്തിന്റെ നടത്തിപ്പ്. ദൈവത്തിന്റെ എന്താണ്? നടത്തിപ്പ്. ദൈവത്തിന്റെ വേ, ദൈവത്തിന്റെ ലീഡിങ്. അപ്പൊ ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ നടത്തിപ്പ്. സങ്കീർത്തനത്തിൽ അത് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചു. പുതിയ നിയമത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്ന സ്തേഫാനോസ് തന്റെ ഒറ്റ പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് താൻ പ്രസംഗിച്ച ഒരു വചനമാണ് ഈ തിരുവചനം. 40 വർഷം ദൈവം തന്റെ ജനത്തെ എങ്ങനെ നടത്തി? അതിശയങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്തു? നടത്തി. ഈ 2 വാക്യങ്ങൾ ഒന്നിച്ചു വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ദൈവം തന്റെ ജനത്തെ നടത്തുന്ന ദൈവമാണ്. എങ്ങനെ നടത്തും? ദൈവം തന്റെ വഴിയിൽ നടത്തും. വളരെ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ 2 മർമ്മങ്ങൾ പറയാൻ പോകും. ഇതിനകത്ത് കൊതിയോടെ ഇരുന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ പോകും. ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ നടത്തിപ്പും. ആവർത്തനം 1:31 ദൈവം മോശയിൽ കൂടെ സകലതും ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട് തന്റെ ജനത്തെ. ആവർത്തനം 1:31. ഒരു മനുഷ്യൻ തന്റെ മകനെ, ആവർത്തനം 1:31 വായിച്ചു. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. ഇതുവരെയും നിങ്ങൾ എത്താൻ മോശെ പറയാ, ദൈവം നടത്തി. എങ്ങനെ? ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്ന പോലെ ഈ സ്ഥലത്തെത്തുവോളം ദൈവം എന്ത് ചെയ്തു? വഹിച്ചു നടത്തി. ആ പ്രവൃത്തിയെ നിങ്ങൾ കണ്ടുവല്ലോ. ഈ 77 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ആസാഫ് തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി വന്നപ്പോ ആദ്യമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലത്തെ അനുഭവം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതിസന്ധി കൂടെ വേദനയിൽ കൂടെ കടന്നു പോകുന്നത്? മനസ്സൊന്ന് തകർന്നു. പക്ഷേ പിന്നെ താരോട്ട് അവസാനം ഈ 77 സങ്കീർത്തനത്തിന്റെ അവസാനത്തോട്ട് വരുമ്പോ താൻ പഴയ കാര്യങ്ങൾ ഓർത്ത് തന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ആ പഴയ കാര്യങ്ങളാണ് ദൈവം ചെങ്കടലിലും മരുഭൂമിയിലും തന്റെ വഴിയെ തുറന്ന് തന്റെ ജനത്തെ നടത്തിയ നടത്തിപ്പ് ആലോചിച്ചപ്പോഴത്തേക്ക് അകത്ത് തീ കത്തുവാൻ ഇട വന്നു. നമ്മുടെ ജീവിതത്തിന്റെ അകത്തും പലപ്പോഴും ചിലത് കാണാതിരിക്കുമ്പോ, ഒരു വഴിയും കാണാതിരിക്കുമ്പോ, ഒന്നും മനസ്സിലാകാതിരിക്കുമ്പോ, ദൈവത്തിന്റെ നടത്തിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദ്യത്തിലും ഡൗട്ടിൽ ഇരിക്കുമ്പോ
നമ്മുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ നാളിൽ ചെയ്ത ദൈവപ്രവൃത്തി ഓർക്കുമ്പോ മനസ്സിലാകും ദൈവത്തിന്റെ വഴി ഏത് പെരുവെള്ളത്തിലുമുണ്ട്, ഏത് ഇരുട്ടിലും ദൈവത്തിന്റെ വഴിയുണ്ട്, ഏത് അനുഭവത്തിലും ദൈവം തന്റെ ജനത്തെ നടത്തും. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ശ്രദ്ധിക്കാൻ പോകും. ഒന്ന്, ദൈവത്തിന്റെ വഴി ദൈവത്തിന് നടത്തും. ഒന്ന് ഉറക്കെ പറ, ദൈവത്തിന്റെ വഴി ദൈവത്തിന്റെ നടത്തിപ്പ്. എന്താ ദൈവത്തിന്റെ വഴിയിലേക്ക് വരാൻ പോകും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ പ്രവൃത്തി അറിയാം. ദൈവത്തിന്റെ പ്രവൃത്തി അറിയാം. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നതും അതിനു വേണ്ടിയാണ്. ആ അനുഗ്രഹം, ആ മിറക്കിൾ, ആ അത്ഭുതം, ആ വിടുതൽ, അതാണ് വേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്നതാ ദൈവത്തിന്റെ എന്താണ് പ്രവൃത്തി. പക്ഷെ അപൂർവം ചിലര് മാത്രമേ ആ ദൈവപ്രവൃത്തി കാണുമ്പോ തന്നെ ദൈവത്തിന്റെ വഴി അന്വേഷിക്കത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടം ദൈവത്തിന്റെ ആ പ്രവൃത്തിയാണ്, അല്ലേ? നമുക്കും അതല്ലേ, ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. നമ്മളും ദൈവപ്രവൃത്തി നടക്കണം, സൗഖ്യങ്ങൾ നടക്കണം, വിടുതൽ നടക്കണം, യെസ്, എല്ലാം നടക്കും. ദൈവത്തിന്റെ പ്രവൃത്തിക്കപ്പുറത്ത് ദൈവത്തിന്റെ വഴികളെ എനിക്കൊന്ന് അറിയണം. അപൂർവം ചിലര് മാത്രമേ ദൈവത്തിന്റെ വഴിയെ മനസ്സിലാക്കത്തുള്ളൂ. അതെന്താ? അത് ദൈവത്തിന്റെ ഹൃദയമാണ്, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പർപ്പസ് ആണ്, ദൈവത്തിന്റെ നിയോഗങ്ങളാണ്. ഇത് ആർക്കാ മനസ്സിലാക്കുന്നേ? ദൈവത്തിന്റെ വഴി ആരാഞ്ഞറിയുന്നവന് അത് മനസ്സിലാക്കും. ഇസ്രായേൽ ജനത്തെ മുഴുവൻ നോക്കുമ്പോൾ അവർ അത്ഭുതം കണ്ടു, ദൈവത്തിന്റെ ആക്ട്സ്, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. പക്ഷെ മോശയുടെ ജീവിതം എടുക്കുമ്പോ ദൈവത്തിന്റെ വഴി അവൻ അറിഞ്ഞു. അതിനാൽ മനോഹരമായ ഒരു തിരുവചനമുണ്ട്, 103 സങ്കീർത്തനം, അതിന്റെ 7 വാക്യം. ആ വാക്യം എല്ലാവരും ഒന്ന് എടുക്കണം, ഒന്ന് ശ്രദ്ധിക്കണം, വായിക്കണം. സങ്കീർത്തനം 103:7. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അവൻ തന്റെ വഴികളെ മോശെയും, അവന്റെ ways to Moses, ആ വഴിയെ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. തന്റെ പ്രവൃത്തികളെ his acts to children of Israel, ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. തന്റെ പ്രവൃത്തികളെ ആർക്ക് കാണിച്ചു കൊടുത്തു? ഇസ്രായേൽ മക്കൾ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ മോശയും ദൈവപ്രവൃത്തി കണ്ടു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മോശ എന്ത് മനസ്സിലായി? ദൈവത്തിന്റെ വഴി എന്താണെന്ന് മനസ്സിലായി. ദൈവത്തിന്റെ വഴിയിലാണ് ദൈവത്തിന്റെ ഹൃദയം ഇരിക്കുന്നത്. അത്ഭുതം, ദൈവപ്രവൃത്തി കണ്ട ദൈവത്തിന്റെ ജനത്തിന് തെറ്റുപറ്റി മാറിപ്പോയി. പക്ഷെ ദൈവിക വഴിയിലേക്ക് വന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താ ദൈവ വഴിയും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ തമ്മിൽ ഒന്ന് നോക്കുമ്പോ, ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ പ്രവൃത്തി, ആക്ട്സ്, ആ പ്രവൃത്തി അത് റിസൾട്ട് ആണ്. അതെന്താണ്? റിസൾട്ട്. ഇന്ന് ഈ മീറ്റിംഗിലും ദൈവം ചെയ്യേണ്ട റിസൾട്ട് ദൈവം ചെയ്യും. പക്ഷെ വഴിയിലേക്ക് കയറുന്നവൻ അത് റിലേഷനാണ്, ബന്ധമാണ്. വഴി എന്ന് പറയുമ്പോൾ അതെന്താ? റിലേഷൻ, ബന്ധം വരും. ആ പ്രവൃത്തി മാത്രം മതിയെങ്കിൽ അവന് റിസൾട്ട് കിട്ടിയാൽ മതി, ആ വിഷയത്തിന്റെ വിടുതൽ മാത്രം മതി. പിന്നീട് ഒന്നും ഉണ്ടാവത്തില്ല, ദൈവിക ബന്ധം ഉണ്ടാവത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു. ആസാവ് പറയാ, ദൈവത്തിന്റെ വഴികൾ. റിസൾട്ട് മാത്രം നോക്കി ഇന്നപ്പോ എനിക്ക് പെട്ടെന്ന് നിരാശ വന്നു. പക്ഷെ പിന്നെ ദൈവം സമുദ്രത്തിലും പെരുവെള്ളത്തിലും തന്റെ വഴിയിൽ തന്നെ നടത്തുന്ന ദൈവം. ഇന്ന് പകൽ ദൈവം ചിലരെ ദൈവത്തിന്റെ വഴി കാണിക്കാൻ പോവുക. ദൈവത്തിന്റെ വഴിയിൽ ദൈവം ചിലതിനെ നടത്താൻ പോവുക. അപ്പൊ തന്നെ ആ വഴിയിൽ നടക്കുന്നവന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നിശ്ചയമായി കണ്ടിരിക്കാം. ആമേൻ. ശക്തമേറിയ ദൂതിലേക്ക് വരിക. ഹൃദയത്തെ തൊടുന്ന നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരും. ഇത് പറഞ്ഞ് ഞാൻ പുതിയ നിയമത്തിലേക്ക് കടന്നു വരും. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഒന്ന്, ആർക്കാ ദൈവത്തിന്റെ വഴി വെളിപ്പെടുന്നതെന്ന് അറിയാമോ? എങ്ങനെ മനസ്സിലാകും ആർക്കാ വെളിപ്പെട്ട് കിട്ടുന്നത്? ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്ന. രണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് ദൈവം തന്റെ വഴിയെ വെളിപ്പെടുത്തും. ഇന്ന് ദൈവത്തിന്റെ നിയോഗം, പ്ലാൻ, വഴി, അവിടെ ദൈവത്തിന്റെ ഹൃദയം ഇരിക്കുന്നത് ആർക്കാ? ഒന്ന്, ദൈവത്തോട്
ആശ്രയിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. 2 വചനമുണ്ട്. സദൃശവാക്യം 3:5-6 വചനങ്ങൾ. സദൃശവാക്യം 3:5 ജ്ഞാനികളുടെ ജ്ഞാനിയായ ദൈവം വിശേഷ ജ്ഞാനം കൊണ്ട് നിറച്ച ശലോമോന്റെ തന്റെ സദൃശവാക്യത്തിൽ പറയുന്നു 3:5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നീ നിന്റെ പിടുത്തം വിട്ടിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നടന്നാൽ നിന്റെ പാതകളെ നേരെയാക്കി നിന്റെ ലൈഫിൽ ദൈവത്തിന്റെ വഴി വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വഴി എന്റെ ലൈഫിൽ വെളിപ്പെട്ടു വരണമേ. ആശ്രയിക്കാൻ ദൈവം നമ്മുടെ പാതയെ വഴിയെ റെഡിയാക്കും. സങ്കീർത്തനം 25:4-5 തിരുവചനം, അത് മനോഹരമായ വചനം, ഒരു പ്രാർത്ഥനയാണ് ഭക്തന്റെ. സങ്കീർത്തനം 25:4-5 വാക്യങ്ങൾ. യഹോവേ നിന്റെ വഴികളെ, ഞാൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സങ്കീർത്തനം 25:4-5. യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. അടുത്ത് നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു teach me your paths. അടുത്തത് നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാണല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ഒരു അണുവിടവിടയാതെ ഞാൻ ദിവസം മുഴുവൻ ദൈവമേ നിന്നിൽ പ്രത്യാശ വെക്കുന്നു. നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ, നിന്റെ വഴിയിൽ എന്നെ നടത്തണമേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അതിനകത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് ദൈവം തന്റെ വഴികളെ കാണിച്ചു തരും. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, കഴിഞ്ഞ നാളിൽ നീ പ്രാർത്ഥിച്ച ചില വിടുതൽ കണ്ടോ, ചില റിസൾട്ടുകൾ കണ്ടോ, ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടോ, ഇനിയും ദൈവം ചെയ്യാം. അവിടം കൊണ്ട് പലപ്പോഴും ആ വിടുതൽ കിട്ടും, പിന്നത്തേതിൽ നീ നിരാശപ്പെട്ടോ. പക്ഷെ ഇന്ന് ഇതിന്റെ അകത്തിരിക്കുന്ന ചിലതിനോട് പറയുന്നു, നീ പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ റിയൽ പ്ലാൻ എന്താ, ദൈവത്തിന്റെ റിയൽ വഴികൾ എന്താ, ദൈവം നിന്നെ ഉപദേശിച്ച് നടത്തും. മോശയ്ക്ക് ദൈവത്തിന്റെ വഴിയോ, ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ പ്രവൃത്തികളും കണ്ടതുപോലെ സഭയോട് ദൂത് പറയുന്നു. വ്യക്തികളെ, കുടുംബങ്ങളെ, ഈ ദിവസം നിങ്ങൾ രണ്ടും കാണാൻ പോവുക. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തികളോ, എന്റെ ദൈവത്തിന്റെ അത്ഭുത വഴികളോ. നീ എന്റെ രക്ഷയുടെ ദൈവമല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിന്നിൽ പ്രത്യാശ വെക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച പ്രിയരെ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തന്നെ വഴിയെ കാണിച്ചു തരും. ഈ ദൂതം തന്നെ പറയുന്നത് അറിയാമോ? ചിലരെ ദൈവം മാറ്റാൻ പോവാ, ഒരു വലിയ വ്യത്യാസം ജീവിതത്തിന്റെ അകത്ത് ദൈവം ചെയ്യാൻ പോവാ. ദൈവം കാണിച്ചു തരുമോ? പറഞ്ഞു തരും. സങ്കീർത്തനം ചില വാക്കുകൾ ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവണം. അത് എടുത്ത് പറഞ്ഞാലേ ബാക്കി ആ ദൂതിലേക്ക് വരത്തുള്ളൂ. ആത്മാവിന്റെ ഫ്ലോ വരുമ്പോൾ നമ്മളത് വിട്ടുകൊടുക്കും. എന്നാൽ ഹൃദയത്തിലേക്ക് കയറാൻ, മനസ്സിലാകാൻ ചില തിരുവചനങ്ങൾ വായിക്കാൻ പറ്റുന്നൊരു വായിച്ചോ, അല്ലെങ്കിൽ ഞാൻ അത് എടുത്ത് വായിക്കാം. സങ്കീർത്തനം 32:8, Psalms 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. വെറുതെ നടത്തൂന്നല്ല, എങ്ങനെ നടത്തും? ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. അത് ഈ അപ്പനും അമ്മയുടെ സ്വഭാവമാണ്. യഥാർത്ഥ ഒരു അപ്പനും അമ്മയും എവിടെ വിളിക്കുമ്പോൾ, എത്ര വലിയ മീറ്റിംഗിന് ഇടയ്ക്കാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അപ്പനും അമ്മയുടെയും കണ്ണ് എവിടെ പതിയും? പറ, നോർമൽ, അത് തെറ്റൊന്നുമല്ല. അതിൽ എവിടെ പതിയും? ആ കുഞ്ഞിനെങ്കിലേക്ക് പതിയും. കുഞ്ഞിന് ചലിച്ചാൽ, കുഞ്ഞിന് മാറിയാൽ, വീണ എല്ലാം അപ്പം അറിയും. കാരണം എന്താ? കണ്ണ് അതുപോലെ പതിയും. ഇതേപോലെ സ്വർഗത്തിലെ അപ്പൻ ഒരു പിതാവ് മകനെ വഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന, ആശ്രയിക്കുന്ന നിന്നോട് ദൂത് പറയുന്നു, നിന്നെ ദൈവം ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൃഷ്ടി വെച്ച് ആലോചന, നീ അവന്റെ സ്കാനിങ്ങിലാ. ഈ മൊബൈൽ മാപ്പൊക്കെ ഇട്ട് യാത്ര ചെയ്യുന്നവർക്കറിയാം, വഴി തെറ്റുമ്പോ അതെന്തോ പറയും?
ന്യൂട്ടനൊക്കെ തിരികെ കാരണം നമ്മുടെ വണ്ടി, നമ്മുടെ ആ മൊബൈൽ ഡിവൈസ് അതിന്റെ അണ്ടറിലാണ്. ഹല്ലേലൂയ. അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ തെറ്റിച്ച് സ്ട്രീറ്റ് ലെഫ്റ്റ് എടുത്താൽ അത് പറയും ആ ലെഫ്റ്റ് അല്ല, അടുത്ത ലെഫ്റ്റ് ആന്ന് പറയും. അതുപോലെ ദൃഷ്ടി വെച്ച് നിന്നെ ദൈവം നടത്തും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് വിശ്വാസിയായോണ്ട് ജീവിച്ച് ഞായറാഴ്ച വന്ന് പോകുകയല്ല. നിന്നെ ദൃഷ്ടി വെച്ച് വഴി നടത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം ഉറപ്പിച്ച് പറയുന്നു, ഇതുവരെ നീ നടന്ന പോലല്ല ഇനി ദൈവം നടക്കാൻ പോകുന്നത്. ഈ മെസ്സേജ് കഴിയുന്നതോടുകൂടെ ദൈവത്തിന്റെ ഒരു അസാധാരണമായ നടത്തിപ്പ് നിന്റെ ലൈഫിൽ നീ അനുഭവിക്കാൻ പോകുക. ദൃഷ്ടി വെച്ച് ദൈവം നിന്നെ നടത്താൻ പോകുക. നീ പോകേണ്ട വഴി ദൈവം കാണിച്ചു തരും. കുറെ നാളായി സ്വന്തം വഴിയിൽ സ്വന്തം ചിന്തയിൽ മാറിയതിന്റെ അപ്പുറത്ത് ദൈവം ദൃഷ്ടി വെച്ച് നടത്തും. ദൈവം യെശയ്യാവ് 30:21 ബൈബിൾ പറയുന്നു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൃഷ്ടി വെച്ച് നടക്കുകയും ചെയ്യും, പുറകിൽ ഒരാളുണ്ട്. യെശയ്യാവ് 30:21 നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നിന്റെ മുമ്പിൽ അത്ഭുതത്തിന്റെ റിസൾട്ടിന്റെ വിടുതലും മാത്രമല്ല, നീ വഴി തെറ്റുമ്പോ, ട്രാക്ക് തെറ്റുമ്പോ ഇതാണെന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് ശബ്ദം പറഞ്ഞ് നിന്നെ വഴി നടത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അവേ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. പുറകിൽ നിന്ന് ഇമ്പ ശബ്ദത്തോടെ നിനക്ക് വഴി, നീ ഇതിലേ നടന്നുകൊള്ളുവേ. ചിലർക്ക് ഈ ദിവസങ്ങൾ ദൈവം തെളിയിച്ചു തരാൻ പോവാ. നീ നടക്കേണ്ട വഴി ദൈവം കാണിക്കാൻ പോവുക. ആ വഴിയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടും. എന്തുകൊണ്ടാ ദൈവത്തിന്റെ വഴിക്ക് 1-ാം സ്ഥാനം കൊടുക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ ഇതൊരു പ്രസംഗ വിഷയമാണ്? അല്ല, എന്തുകൊണ്ടാ ദൈവത്തിന്റെ വഴിക്ക് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കണം? ദൈവ വഴിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്നെ ശ്രദ്ധിച്ചേ. നമ്പർ 1, നമ്മുടെ ചിന്തകൾക്കും നിലകൾക്കും മീതെയാണ് ദൈവത്തിന്റെ വഴി. നമ്മൾ ചിന്തിക്കുന്ന ഒരു വഴിയുണ്ട് നോർമൽ വിശ്വാസ ജീവിതത്തിൽ നയിക്കുമ്പോൾ, പക്ഷെ ദൈവത്തിന്റെ വഴി അതിന് മീതെയാണ്. നമുക്ക് ഈ ബുദ്ധിക്കകത്ത് വരുന്ന കാര്യം മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യം മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ വഴി അതിനു മീതെയാണ്. അത് വെളിപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം. യെശയ്യാവ് 55:8-9 പറയുമ്പോൾ, യെശയ്യാവ് 55:8-9 പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളാം. നിന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത്, ഈ കാണുന്ന ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഏറ്റവും ഹയറാണ് ദൈവത്തിന്റെ വഴിയും വിചാരം. നീ കാണുന്ന പോലെ അല്ല, നിന്റെ ചിന്തയ്ക്കും നിന്റെ ബുദ്ധിക്കും മീതെയാണ് ദൈവത്തിന്റെ വഴി. എന്നിട്ട് പറയാ, ഈ കാണുന്ന ഭൂമിക്ക് മീതെ ആകാശം നിൽക്കുന്ന പോലെ ദൈവത്തിന്റെ വഴി അത്ഭുതമായ വഴിയാണ്. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത സകലത്തിനും മീതെയാണ് ദൈവത്തിന്റെ വഴി. അതിനർത്ഥം ദൈവത്തിന്റെ വഴി വെളിപ്പെട്ടാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ വഴി. നമ്പർ 2, ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത. ഇതെല്ലാം ഞാൻ ഓരോന്ന് പറയാൻ പോവാ. ദൈവത്തിന്റെ വഴി വിശുദ്ധമാണ്. ദൈവത്തിന്റെ വഴി എന്താണ്? വിശുദ്ധമാണ്. ഈ വായിച്ച സങ്കീർത്തനം, നമ്മൾ ഇന്ന് എടുത്ത സങ്കീർത്തനം 77:13 വായിച്ച്. സങ്കീർത്തനം 77:13. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത എന്താ? വിശുദ്ധ വഴി. അതിൻ്റെ അകത്തൊരു അനുസരണമുണ്ട്. വിശുദ്ധ വഴിയാണ്. അടുത്ത 3, ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത അത് അനുഗ്രഹത്തിന്റെയും ജീവന്റെയും വഴിയാണ്. അനുഗ്രഹത്തിന്റെയും ജീവന്റെയും വഴിയാണ്. ഒന്ന്, ദൈവത്തിന്റെ വഴി നമ്മുടെ ചിന്തകൾക്കും നിലവുകൾക്കും മീതെ നിൽക്കുന്നതാണ് ദൈവത്തിന്റെ വഴി. 2, ദൈവത്തിന്റെ വഴി വിശുദ്ധമാണ്. 3, അനുഗ്രഹ
ബലത്തിന്റെയും ജീവന്റെയും വഴിയാണ് ദൈവത്തിന്റെ വഴി. ആവർത്തന പുസ്തകം 10:12-13 ആവർത്തന 5:32-33 വായിച്ചേ. ആവർത്തനം 5:32-33. ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ജാഗ്രതയായിരിപ്പീൻ. ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വഴി അനുഗ്രഹത്തിന്റെ വഴിയാണ്, നന്മയുടെ വഴിയാണ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത പറയാം. ബൈബിളിൽ ദൈവ വഴി വെളിപ്പെട്ട പലപ്പോഴും ദൈവത്തിന്റെ വഴി വെളിപ്പെടാതിരിക്കാൻ ഒരു കാരണം നമ്മുടെ മേലുണ്ടാകുന്ന നമ്മുടെ മനസ്സിന്റെ ചില തീരുമാനങ്ങൾ പലപ്പോഴും ദൈവ വഴിയെ മറിച്ചു കളയാറുണ്ട്. അപ്പോൾ കാണുന്ന സമ്മർദ്ദത്തിൽ നമ്മൾ എടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പുകൾ പലപ്പോഴും ദൈവ വഴിയെ തടസ്സപ്പെടുത്താറുണ്ട്. ഏറ്റവും ഒരു ഉദാഹരണം, ഉൽപ്പത്തി 16 വായിക്കുമ്പോൾ ഹാഗറിനെ നമുക്ക് കാണാൻ പറ്റും. അബ്രാമിന്റെ ഭാര്യയായ സാറയുടെ ദാസിയായ ഹാഗർ. ഈ ഹാഗറിന് സാറയുടെ കൂടാരത്തിൽ ഭയങ്കര സമ്മർദ്ദം ഉണ്ടായി. വീട്ടിൽ, നമ്മുടെ ഭാഷ പറഞ്ഞ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഞെരുക്കം ഉണ്ടായി. ഇഷ്ടപ്പെടുന്നില്ല, ഇറങ്ങിപ്പോണം എന്നുള്ള ചിന്ത വരും. നോക്കിയേ, അതിന്റെ 16:6 വായിച്ചേ. എല്ലാവരും ശ്രദ്ധിച്ചോണം. ദൈവ വഴിയുടെ അബ്രാം സാറായോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. കാഠിന്യം അങ്ങോട്ട് കേറിയപ്പോ നിൽക്കാൻ പറ്റുന്നില്ല. വേദന. ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇറങ്ങി ഓടുന്ന അനുഭവം. നമുക്കും അങ്ങനെ ഈ പ്രഷർ കേറുമ്പോ, സമ്മർദ്ദം കേറുമ്പോ, നമ്മള് ദൈവ പൈതലാണെങ്കിൽ പോലും നമ്മൾ അറിയാതെ നമ്മുടെ വഴി എടുക്കാൻ തീരുമാനിക്കും. എടുക്കരുത്. കാരണം നിന്റെ വഴികൾക്കും നിന്റെ ചിന്തകൾക്കും മീതെയാണ് ദൈവത്തിന്റെ വഴി. പിശാചിന് അറിയാം നമ്മൾ ഈ വഴി എടുക്കണം. എടുത്താലേ ദൈവം വെച്ച ആ പദ്ധതി തകിടം മറിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. നോക്കേ, സമ്മർദ്ദം കയറിയപ്പോ ഹാഗർ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഇറങ്ങി. അടുത്തത് 7 വർഷം. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഹാഗർ ഇപ്പൊ മരുഭൂമിയിലെ നീരുറവിന്റെ അരികെ വന്നിരിക്കുക. എനിക്ക് കൂടാരത്തിൽ പോണ്ട. അവിടെ ഇച്ചിരി പ്രഷറോ, എന്റെ മനസ്സിനെ ഇച്ചിരി സമ്മർദ്ദം, എന്റെ മൈൻഡ് ക്ലിയർ ആവുന്നില്ല. അവിടെ നിന്ന ശരിയാവത്തില്ല, ഭയങ്കര സമ്മർദ്ദം ഉണ്ടാകും. അതുകൊണ്ട് ഇറങ്ങി വന്നു. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ എന്താ പറഞ്ഞെന്നറിയാമോ? സാറയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനു അവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാണ്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഓടിപ്പോകുന്നു. പക്ഷെ ദൂതൻ എന്താ പറഞ്ഞേ? യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങി ഇരിക്കണം. ദൈവത്തിന്റെ വഴി നിനക്ക് ഇപ്പൊ പറയുമ്പോ പിടിക്കത്തില്ല, മനസ്സിന് വേദനയാ. പക്ഷെ നീ തിരിച്ചാ വീട്ടിൽ കയറി ചെന്ന് അടങ്ങി ഞാൻ പറയുന്നവരെ ഇരിക്കുക. ഈ വഴി എടുക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ആ വീട്ടിൽ നിന്ന്, യജമാനത്തിൽ നിന്നുള്ള വല്ലാത്ത സമ്മർദ്ദം കയറി നിൽക്കുക. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ വഴികൾക്കും ചിന്തകൾക്കും മീതെയാണ് ദൈവത്തിന്റെ വഴി. മനസ്സിൽ പ്രശ്നം, സമ്മർദ്ദം ഒക്കെ കേറുമ്പോ
നമ്മളും ഒക്കെ പലതും ചിന്തിച്ചു കൂട്ടും. പക്ഷെ അതല്ല, ദൈവത്തിന് അപ്പുറത്തൊരു പ്ലാൻ ഉണ്ട്. ദൂതൻ ചോദിക്കും, നീ എവിടുന്നാ വരുന്നേ? ഹല്ലേലൂയ. കാരണം അർത്ഥം, നീ ഇപ്പൊ നിൽക്കുന്ന പ്ലേസ് റോങ് ആണ്. നീ തിരിച്ച് എവിടുന്ന് ഇറങ്ങിയോ അവിടേക്ക് കയറിപ്പോ, അവിടെ അടങ്ങിയിരിക്കും. നിനക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, ചില സമ്മർദ്ദമുണ്ട്. യജമാനത്തി മര്യാദക്കല്ല നിന്നോട് ഇടപെടുന്നത്, ശരിയാണ്. പക്ഷെ എങ്കിലും നീ അടങ്ങിയിരിക്കുക. കാരണം ദൈവത്തിന് അതിനു മീതെ ഒരു അത്ഭുത വഴിയുണ്ട്. അങ്ങനെ നീ അടങ്ങിയിരുന്നാൽ ഒരു ദൂത് പറയാ 10. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. ഓ ഹല്ലേലൂയ. നീ അടങ്ങിയിരിക്കാൻ തയ്യാറായാൽ നിന്നിൽ ഉദരത്തിൽ കൂടെ ഒരു തലമുറ പുറത്തു വരും. അത് പിടിച്ചാ കിട്ടാത്ത രീതിയിൽ വർദ്ധിക്കുന്ന ഒരു തലമുറയായി എന്റെ ദൈവം അതിനെ നിശ്ചയമായി മാറ്റും. ഇപ്പോൾ നീ ഇറങ്ങി തിരിച്ച് എല്ലാം കൊണ്ട് അവസാനിപ്പിക്കാനാ നിൽക്കുന്നെങ്കിൽ അതല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്റെ ചിന്തകൾക്കും നിന്റെ നിനകൾക്കും മീതെ എന്റെ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ഇന്ന് പകൽ ചിലരോട് പറയുന്നു, മനസ്സിന്റെ സംഘർഷണങ്ങളോ മനസ്സിലെ മണ്ഡലങ്ങളും എടുത്തു മാറ്റ. നീ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്തിരിക്കെ. നിനക്കായി ദൈവം പ്രിപ്പയർ ചെയ്ത വഴി വെളിപ്പെടും. ഈ വഴി വെളിപ്പെടണമെങ്കിൽ അവൻ വളർന്ന് വില്ലാളിയായെന്ന് പിന്നീട് ബൈബിൾ വായിക്കുമ്പോൾ അറിയാം. എവിടെ വിടുതൽ ആദ്യം നടന്നേ? പറ, ആർക്ക് വിടുതൽ നടന്നു? ഹാഗറിന് വിടുതൽ എവിടെ നടന്നു? മനസ്സിൽ നടന്നു. മനസ്സിന് വിടുതൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ തിരിച്ച് കയറിപ്പോകാൻ പറ്റുമോ? ഇപ്പൊ നമ്മളോടാരും ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നേ. തിരിച്ച് ദൈവത്തിന്റെ ദൂതൻ തിരിച്ചു പറയാം, നീ തിരിച്ചു കയറി അവിടെ പോയി അടങ്ങിയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷെ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത, നിന്റെ ചിന്തകൾക്കും നിനകൾക്കും അപ്പുറമാണ് ദൈവത്തിന്റെ വഴി. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, നീ അല്പം കൂടെ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കേ, അല്പം കൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കേ. ആ പരിഹാസം നിന്ന് കേൾക്കുമ്പോൾ നീ പ്രതികരിക്കാൻ പോകരുത്. വെയിറ്റ് ചെയ്തോ, ദൈവത്തിന്റെ വഴി അപ്പുറത്ത് വെളിപ്പെടാൻ പോവാ. ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു, നിന്നെ വല്ലാതെ പരിഹസിക്കുമ്പോൾ, വല്ലാതെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ, വല്ലാതെ നിന്നെ ഉടയ്ക്കുമ്പോൾ, നിന്നെ അപ്പുറത്ത് വെയിറ്റ് ചെയ്തോ. നിനക്കും നിന്റെ തലമുറയ്ക്ക്, ആരോട് പറയുന്നു, നിന്റെ തലമുറ ഉൾപ്പെടെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ചില വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം നിന്റെ തലമുറയ്ക്ക് ഗ്രേറ്റർ പ്ലാൻ, ഏറ്റവും ഹയർ പ്ലാൻ എന്റെ ദൈവം കരുതി വച്ചിട്ടുണ്ട്. മനസ്സ് തളരല്ലേ, ആരോടും വിരോധം വെക്കല്ലേ. നീ ദൈവത്തോട് കണക്ട് ആയിരുന്നു. ദൈവത്തിന്റെ വഴി നിന്റെ ചിന്തകൾക്ക്, ദൈവത്തിന്റെ നിയോഗം നിന്റെ ചിന്തകൾക്കും അപ്പുറമാ. നിന്റെ ബുദ്ധി കൊത്താത്ത വൻകാര്യങ്ങൾ ദൈവം നിനക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. എന്തോ ഇന്ന് ആരുടെയൊക്കെ ഹൃദയത്തിൽ ദൈവം ആഴത്തിൽ ഇടപെടുക. നീ ആ വാക്ക് കേട്ട് ആ പ്രവൃത്തി കണ്ട് ഭാരപ്പെടരുത്. നിന്റെ ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ വഴി അത് വെളിപ്പെടാൻ പോവുക. ആ വാക്കിനുള്ളിൽ മനസ്സിനെ രൂപപ്പെടുത്തി പാകപ്പെടുത്തി തിരിച്ച് കേറിപ്പോയതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അത് നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോ അറിയാം. ഇതിപ്പോ അവിടെ ഇഷ്ടത്തിന് അവൾ ഇറങ്ങിച്ചാടിയതാ. പക്ഷേ നീരൂരിനവിടെ ഇരുന്നിട്ടും ഒന്നും കാണാതെ നിന്നപ്പോ, പക്ഷെ ഒരു ദൈവ കൽപ്പനയാൽ, ദൈവത്തിന്റെ പദ്ധതിയുടെ സമയത്ത് അവക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് കരുതലിന്റെ കരം അവൾ അനുഭവിച്ചു. ഉറവകൾ അവിടെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുത്തു. ഇന്ന് പകൽ ചിലതിന് നീ വെയിറ്റ് ചെയ്യാൻ സമയമായാൽ, സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും.
യെസ്, ഇത് പറയുമ്പോൾ ചില തലമുറകൾക്ക് ഭയങ്കര വിടുതൽ. നിങ്ങൾ പല കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, വെയിറ്റ് ചെയ്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞോ ചിലരോട്. ദൈവത്തിന്റെ ഭയങ്കര ഷിഫ്റ്റൽ വേ എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. നീ കേൾക്കുന്ന കുത്തുവാക്കിന്, നീ അനുഭവിക്കുന്ന ഞെരുക്കത്തിന് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. പക്ഷെ ഒറ്റ കാര്യം, ദൈവത്തിന്റെ വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്ക. ഇത് തന്നെയാണ് ഇസഹാക്കിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ഇസഹാക്കിന്റെ ജീവിതത്തിൽ അപ്പന്റെ സമയത്ത് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. ആ ക്ഷാമത്തിന്റെ പോലെ ഒരു ക്ഷാമം ഉണ്ടായപ്പോ നമുക്കറിയാവുന്നതുകൊണ്ട് വേഗത്തിൽ പറയാം, അടുത്ത ദൂരേക്ക് വരാം. അവനും ചിന്തിച്ചു, കൃഷി അന്നത്തെ കാലം, ഞാൻ ഇവിടെ വിതച്ചിട്ട് കാര്യമില്ല, പോയി മിസ്രൈമിൽ പോയി വിതയ്ക്കാം. അവിടുന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും അതാ വഴി. കാരണം ഇവിടെ ക്ഷാമമാണെങ്കിൽ ബുദ്ധിയിൽ ചിന്തിച്ച എന്താ വഴി? ക്ഷാമം ഇല്ലാത്തടത്ത് പോയി ഉള്ള വിത്ത് വിതച്ച് അടുത്ത ആഴ്ചത്തെ അടുത്ത മാസത്തെ വിളവിന് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ വിളവിന്റെ കാര്യം നോക്കുക. നോർമലാ, അത് തെറ്റൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, മനുഷ്യ സഹജം. പക്ഷേ അവൻ ആ വിത്തുമായി, ഞാൻ എൻ്റെ ഭാവനയിൽ പറയാം, ആ വിത്തുമായി വിതയ്ക്കാൻ പ്രതീക്ഷയോടെ ഇറങ്ങിത്തീരുക. ദൈവമേ നീ അനുഗ്രഹിക്കണം, ഇവിടെ ക്ഷാമമാ, ഞാൻ അപ്പുറത്ത് പോയി വിതയ്ക്കാൻ പോവാ. ഈ വിത്തുമായിട്ട് വിതയ്ക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ നിങ്ങളൊന്ന് ചെയ്ത് ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയാണ്, നീ പോകല്ലേ, നീ പോകല്ലേ, നീ ഇവിടെ നിന്നാൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടാ, കാരണം ഇവിടെ ക്ഷാമം, ഇവിടെ നിന്ന് ഇങ്ങനെ സാധിക്കുന്നത്. പക്ഷേ ബൈബിൾ പറയുന്നു അവൻ ദൈവത്തിന്റെ വഴിക്ക് വിധേയപ്പെട്ട്, കാരണം അവന്റെ ചിന്തകൾക്കും നിലവുകൾക്കും മീതെയാണ് ദൈവത്തിന്റെ വഴി. അവന്റെ ചിന്ത എന്താ? ഓടിപ്പോയി മറ്റേ സ്ഥലത്ത് പോയി ഇച്ചിരി വിതച്ച് അടുത്ത വർഷത്തേക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ എന്തെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ, ഇവിടെ നിന്ന് നീ വിതച്ച് ദേശത്തെ ധനികനാക്കുന്ന ഒരു പ്ലാൻ ഇപ്പുറത്ത് ദൈവം വെച്ചേക്കുക. ഹല്ലേലൂയ. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് സമ്മർദ്ദം ഉണ്ടാക്കി അവനെ വഴി തെറ്റിക്കാനാ മനസ്സിന്റെ അകത്ത് പിശാചിന്റെ തന്ത്രം വന്നത്. പക്ഷെ ദൈവം പറഞ്ഞു വെയിറ്റ് ചെയ്യുക. അതുപോലെ കാത്തു. നമുക്കറിയാം ആ ദേശത്ത് പാർത്ത് വിതച്ചു. ആ ആണ്ടിൽ എത്ര അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നീട് ബൈബിൾ അടുത്ത വാക്യം, അവൻ വർദ്ധിച്ച് ആ ദേശത്ത് ആ സമയത്ത് ആരും ഇടത്തില്ല, ഇവൻ കൊണ്ടിട്ടു, അവൻ ആ ദേശത്ത് വർദ്ധിച്ചു. ദൈവത്തിന്റെ പ്ലാൻ കണ്ടോ? ബുദ്ധിക്കും ചിന്തകൾക്കും അപ്പുറമാണ് ദൈവത്തിന്റെ വഴി. രണ്ട്, നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ വഴി വിശുദ്ധമാണ്, ഹോളിയാണ്. ദൈവത്തിന്റെ വഴി പലപ്പോഴും വെളിപ്പെട്ടു വരുന്നത് നമ്മൾ എല്ലാവരും പോകുന്ന ട്രാക്കേ പോയി ചാടുമ്പോ ദൈവത്തിന്റെ വഴി വെളിപ്പെടത്തില്ല. നോഹ നമുക്കറിയാം, എല്ലാവരും വശർത്തം ദേശത്ത് പ്രവർത്തിച്ചപ്പോൾ നോഹയും കുടുംബവും എന്ത് ചെയ്തു? ദൈവത്തിന്റെ വഴിയിൽ നിന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ അതിശക്തമായ വഴി, എല്ലാം വെള്ളത്തിൽ നശിച്ചു പോയപ്പോഴും നോഹയും തന്റെ കുടുംബത്തെ ദൈവം എന്ത് ചെയ്തു? പരിപാലിച്ചു. ഇനി അടുത്ത് എല്ലാവരും ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് ശക്തമായ ഒരു പ്രോഫറ്റിക്കൽ ദൂത് പറയാൻ പോയ ഉൽപ്പത്തി പുസ്തകം എല്ലാവരും എടുത്തേ, 13-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം, അതിൽ 1-ാമത്തെ വാക്യം ആദ്യം വായിച്ചേ, എന്നിട്ട് അതിന്റെ 7 തൊട്ട് വായിക്കണം. ഒന്നൊന്ന് വായിച്ചേ. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും. അബ്രാമും ഭാര്യയും കൂടെ ആരുണ്ട്? ലോത്തും, സഹോദരന്റെ പുത്രനായ ലോത്തും കൂടെ എന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് യാത്ര തിരിച്ചു. കുറച്ചു കഴിയുമ്പോൾ ദൈവം രണ്ടുപേരെ അനുഗ്രഹിച്ചു. ഇനി 6 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചേ. 6 തൊട്ട്. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞ് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രാമിന്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. ഒന്നിച്ചിറങ്ങി യാത്ര തിരിച്ചേ. ശ്രദ്ധിക്കണം, ഇപ്പൊ ഒന്നിച്ച ഒരു വഴിയാ. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടുപേരെ ദൈവം അനുഗ്രഹിച്ചു. രണ്ടിനെയും കൂടെ ദേശത്ത് വായിക്കാൻ പറ്റത്തില്ല. ഇപ്പോ ഈ രണ്ടിന്റെയും ആട്ടിടയന്മാര് തമ്മിൽ എന്തുണ്ടായി? ശണ്ടയുണ്ടായി. ഇറങ്ങി തിരിച്ച നാളത്തെ സന്തോഷവും ആ ഒരു ഐക്യത കിട്ടുന്നില്ല. എപ്പോഴും ഈ പ്രശ്നം പരിഹരിച്ച് തീരാനുള്ള വകുപ്പേ ഉള്ളൂ. ഈ രണ്ടുപേരും തമ്മിൽ ഇടയന്മാർ വരക്കുണ്ടാകുമ്പോ
അബ്രാഹാം ലോത്ത് മാറി എന്ന് സഹോദരങ്ങളല്ലേ, നമ്മളെ സഹോദരങ്ങളല്ലേ എന്ന് പറഞ്ഞു തീർത്ത് ദിവസം പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇത് ഗൗരവമായിട്ട് ശ്രദ്ധിച്ചോണം എല്ലാവരും. ഈ ഓരോ വാക്കും പ്രവചന ശബ്ദമാണ്. ഗൗരവം. അടുത്ത വായിച്ചു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട് സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചു. രണ്ടിനെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു സീസൺ ഉണ്ടായിരുന്നു. ആ സീസണിന്റെ അവസാനം വന്നപ്പോൾ വീണ്ടും നല്ലതുപോലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. തമ്മി ഷണ്ടയും വഴക്ക് പറഞ്ഞു തീർക്കലും എല്ലാം ഒരു യുദ്ധ സമാന അനുഭവം. 8-ാം വാക്യത്തിൽ മനോഹരമായ വാക്യം. അബ്രാം ലോത്തിനെ വിളിച്ചു, ലോത്തെ നീ ഇങ്ങോട്ട് വാ. എന്നിട്ട് എന്താ? എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അബ്രാമിനൊരു കാര്യം മനസ്സിലായി. ഇനി ശ്രദ്ധിച്ചേ, അടുത്തൊരു സീസന്റെ സമയമായി. ഇനി ഈ ലോത്തിനെയും കൊണ്ട് ഞാൻ പോയാൽ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പറ്റത്തില്ല. എന്നും ഷണ്ട തീർത്ത്, ഇത് തമ്മിലുള്ള ഇടയന്മാരുള്ള വഴക്കം തീർത്ത് ഒപ്പിച്ച് അസമാധാനത്തിൽ കൂടെ കടന്നു പോകേണ്ട നാളാന്ന് മനസ്സിലായപ്പോ അബ്രാം വിളിച്ചിട്ട് ലോത്തിനോട് പറഞ്ഞു, നമ്മൾ സഹോദരങ്ങളാ, നമ്മൾ വഴക്കുണ്ടാക്കേണ്ട, ദേശം മൊത്തം ഉണ്ട്, നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ച് പിരിയാം. നീ കിഴക്കോട്ട് പോയാൽ ഞാൻ പടിഞ്ഞാറോട്ട് പോകാം, നീ തെക്കോട്ട് പോയാൽ ഞാൻ കിഴക്ക് മാറിപ്പോയിക്കോളാം. നീ എങ്ങോട്ട് പോകുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ പൊയ്ക്കോളാം, നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോ. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ അടുത്ത സീസൺ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോ ദൈവത്തിന്റെ വഴി വിശുദ്ധമാ. എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അബ്രാം അറിയാം, ഈ ലോത്തുമായിട്ട് ഇനിയും പോയാൽ ദൈവം വെച്ച വലിയ പ്ലാൻ നിറവേറത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതെന്താ പറയാൻ പോവാ. ചില ലോത്തുമാരുണ്ട്, ലോത്തിന്റെ അനുഭവങ്ങളുണ്ട്. ഇത് ഉള്ളിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ വിടുതലാവത്തില്ല. സഹോദരനാന്നും പറഞ്ഞ് ലോത്തിനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നായിരുന്നെങ്കിൽ എന്നും ആട്ടിടയന്മാര് തമ്മിലുള്ള വഴക്ക് തീർത്ത് വീട്ടിൽ വഴക്ക് തീർക്കാനല്ലാതെ, അസമാധാനവും പ്രശ്നങ്ങളും അല്ലാതെ ഒന്നിനും വക വരത്തില്ല. സ്വന്തം സഹോദരനാണെങ്കിൽ പോലും പറഞ്ഞു, നമുക്ക് സന്തോഷത്തോടെ പിരിയാം, ഇടത്തെങ്കിൽ വലത്തെ, പടിഞ്ഞാറോട്ടെങ്കിൽ കിഴക്ക്. കാരണം നിന്റെ വഴിയല്ല എൻ്റെ വഴി, ഇത് ഈ വഴി കൂടെ പോകാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ചിലനോട് പറയുന്നു, ചില ബന്ധങ്ങൾ, ചില ക്രമീകരണങ്ങൾ, ചില ജീവിത ശൈലികൾ, ചില ജീവിത അനുഭവങ്ങൾ അതിനെ പറിച്ചു കളയാനുള്ള സമയം. കാരണം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായി. ആരോടൊക്കെ പറഞ്ഞു, ഈ പോക്ക് ഇനി പോകരുത്, ഈ ലെവലിൽ നീ പോകരുത്. അത് വീട്ടിന്റെ അകത്തായിക്കോട്ടെ, ജീവിത ശൈലികളായിക്കോട്ടെ, ചില വ്യക്തി ബന്ധങ്ങളായിക്കോട്ടെ, അത് നിന്നെ കെണിയിലേ വീഴ്ത്തത്തുള്ളൂ. ചില ലോത്തുമാരെ മാറ്റിയേ പറ്റൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് എവിടെ കുഴപ്പം? ബൈബിൾ വായിക്കാൻ പറ്റാത്ത എപ്പോഴാ കുഴപ്പം? ആരാധിച്ച് മുന്നേറാൻ പറ്റാത്ത എന്താ കുഴപ്പം? എവിടേക്കോ ചില ലോത്തുമാരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുക. ഞാൻ ആ ലോത്തിനെ വെച്ച് മാത്രമല്ല പറഞ്ഞു, നമ്മുടെ പറയാം, ഈ നമ്മളോ ബന്ധപ്പെട്ട ലോറ്റിനൊക്കെ പൈശാചിക സ്വാധീനങ്ങളാ നിന്റെ ആത്മീയത്തെ കെടുത്തും. ചിലതിന് ആത്മപ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിരിക്കും. നമുക്ക് കാണുമ്പോൾ ദൈവമക്കളാന്ന് വരെ തോന്നും, പക്ഷെ വിശ്വാസമില്ലാത്ത, ആത്മപ്രവൃത്തി ഇല്ലാത്തതായിരിക്കും. ഈ ബന്ധങ്ങളൊക്കെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ലോത്തുമാരാണ്. അടുത്ത പദ്ധതിയിലേക്ക് നിന്നെ ദൈവത്താൽ കയറ്റാൻ സമ്മതിക്കത്തില്ല ഇവര്. ഇതെന്തോ ദൈവാത്മാവ് അടിച്ച് ശുദ്ധീകരിക്കാം. ദൈവത്തിന്റെ വഴിയുണ്ട്, വിശുദ്ധമായ വഴി ഇതിന്റെ വെളിപ്പെടാൻ പോവാ. ഹല്ലേലൂയ. നോക്കിയോണം, അടുത്ത പ്ലാനിലോട്ട് കയറ്റാൻ പോവാ. ഇനി ശ്രദ്ധിച്ചോ, ഇനി ഓരോ വാക്ക് ശ്രദ്ധിച്ചോണം. അടുത്ത 10 വായിച്ചോ. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. 11 വായിച്ചോ. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. ലോത്ത് കിഴക്കോട്ട് നോക്കി, തലമുക്കി നോക്കി, സോദോമിനെ കണ്ടു, കോങ്കി വെച്ച് പച്ചിപ്പൊക്കെ കണ്ടു. അവൻ പറയും, ഞാൻ അങ്ങോട്ട് പോവാ. അവൻ യാത്ര അയച്ചു. അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ?
ആടുമാടുകൾക്കെല്ലാം നല്ല തീറ്റയൊക്കെ കിട്ടുമല്ലോ, നല്ല പച്ചിപ്പ് കണ്ട് അവൻ ഒറ്റ സൈഡേ അവൻ കണ്ടുള്ളൂ. കിഴക്കോട്ട് നോക്കി, നല്ലതാന്ന് പറഞ്ഞ് കിഴക്കോട്ട് നോക്കി എന്ത് ചെയ്തു? യാത്രയായി. പൊയ്ക്കോട്ടെ. ചിലപ്പോൾ ആദ്യമൊക്കെ അബ്രാമിന് വിഷമം ഉണ്ടായിരിക്കും. പൊയ്ക്കോട്ടെ. ഈ ലോകത്ത് നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാക്കത്തില്ല. ദൈവത്തിന്റെ വഴി വെളിപ്പെടാനുണ്ട്. ഇന്ന് ആരുടെയൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ വഴി വെളിപ്പെടാനുണ്ട്. ഇനി എനിക്ക് ഏറ്റവും ബൈബിളിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. ലോത്ത് പിന്നെ പോയത് നാശത്തിലേക്കാണ്. പുതിയ നിയമത്തിൽ പറയുന്നു, പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. വലഞ്ഞുപോയ നീതിമാനായ, വലഞ്ഞുപോയി നീതിമാനായ ലോത്ത. പക്ഷെ എന്ത് ചെയ്തു? യേശു നോക്കുമ്പോ ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണാൻ പറ്റും. എന്തുമായി തീർന്നു? അവന്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. ആ സംഭവത്തിലേക്ക് ഒന്നും പോകുന്നില്ല. വലഞ്ഞു, ഒറ്റ വാക്കി പറഞ്ഞ വലഞ്ഞുപോയി. അബ്രാമൻ അറിയാം ഈ വലവും അവന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതാണ്. പക്ഷെ കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന് അബ്രാമിന് മനസ്സിലായി. അബ്രാം കട്ട് ചെയ്ത് അങ്ങ് വിട്ടു. അല്ലെങ്കിൽ ഈ വലച്ചിൽ ആരെയും വലയ്ക്കും? പറ, നമ്മളെ വലയ്ക്കും. ഞാൻ പറഞ്ഞില്ലേ, ചില ഈ സ്പിരിറ്റ് ഉണ്ട്, അത് വേറെ സമയത്ത് എടുക്കുക. ആത്മമണ്ഡലം, സ്പിരിറ്റ്. ഞാൻ എപ്പോഴും പറയല്ലേ, നമ്മുടെ നാടൻ ഭാഷ പറയും. ഇപ്പൊ ഞാൻ നല്ല ഒരു എന്താണ് ഈ ഉടുപ്പിനെ നല്ല സ്പ്രേ അടിച്ചിട്ട് വന്ന് നിൽക്കുന്നില്ല. ഞാൻ ഇത്രയും നേരം ഇങ്ങനെ നിൽക്കുന്നു, ഇതിനെ ടച്ച് ചെയ്ത് കാര്യം നിൽക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആരെങ്കിലും കൊച്ചു പിള്ളേർ വന്ന് ഈ പോഡിയത്തെ ഒന്ന് മണപ്പിച്ച് നോക്കിയാൽ ഒരു മണം കിട്ടും. എന്തിന് മണമായിരിക്കും? ഞാൻ അടിച്ച മണമായിരിക്കും. ഞാൻ ഇതിനെ അടിച്ചോ? ഞാൻ ഇതിനെ അടിച്ചോ? മണം അടിച്ചോ? ഞാൻ സ്പ്രേ അടിച്ചേ? ഞാൻ ഏതിനെ അടിച്ചേ? ഞാൻ എൻ്റെ ഉടുപ്പിനെ അടിച്ചേ. പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ ഒരു മണി കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വന്ന് ഇതിന് മണത്ത് നോക്കുമ്പോൾ എന്തോ വരും? ഇത് തന്നെയാണ് ഈ ലവനിൽ വ്യാപരിക്കുന്ന ആത്മാവുണ്ടല്ലോ, നമ്മളെ കയറി സ്വാധീനപ്പെടുത്തും. അതാ പറഞ്ഞത്, നമ്മൾ ആത്മാവിനെ കെടുത്തുന്ന ചില സംഭവങ്ങളുണ്ടാവും. നമ്മളെ കെടുത്തും. വലഞ്ഞുപോയി. ശിവൻ പോയി കഴിഞ്ഞപ്പോഴാണ് ദൂത് വെളിപ്പെടുന്നത്. 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 13:14. സൊദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. 14. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്. ലോത്ത് പോയതിനു ശേഷം ദൈവം അബ്രാമിനോട് പറയാം, നീ തലപൊക്കി നോക്ക്. നീ തലപൊക്കി നോക്ക്. ഇത്രയും നേരം നീ ഇവിടെ നോക്കി, ഇത് നോക്കി, ആട്ടിടയന്മാര് തമ്മിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് നിൽക്കുകയാണ്. പക്ഷെ ലോത്ത് പോയതിനു ശേഷം അബ്രാമിനോട് പറയാ, നീ തലപൊക്കി നോക്ക്. നീ തലപൊക്കി നോക്ക്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ തലയെ ഉയർത്തുന്ന, തലപൊക്കി നോക്കി നീ ചിലത് കാണിക്കാനാ ദൈവത്തിന്റെ വഴി വെളിപ്പെടാൻ പോവുകയാണ്. ഇതുവരെ നീ കുനിഞ്ഞിരിക്കുന്ന ചില സംഭവമുണ്ട്. എൻ്റെ ദൈവം ചില ലോത്തുമാര് കട്ടാകുന്ന സമയം മുതൽ നിന്റെ ജീവിതത്തിൽ നിന്റെ തലയെ ഉയർത്തുന്ന ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം പറയുന്നു, ചിലതിന്റെ തല ഉയർത്ത്. ഏതൊക്കെയോ വീട്ടിന്റെ അകത്തിരിക്കുന്ന ചിലതിനോട് പറയുന്നു, നിന്റെ തല ഉയർത്താൻ സമയമായി. നിന്റെ ഭാവി ഇന്ന് കണ്ടതിനേക്കാൾ ഏറ്റവും ഗേറ്ററാണ്. ഇന്ന് അനുഭവിക്കുന്ന വേദനയേക്കാൾ അപ്പുറത്തൊരു വലിയ പ്ലാൻ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നീ ഞെരുക്കം കാണുന്നെങ്കിൽ തല പൊക്കിക്കോ. വലുതും വിശാലമായത് നിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ലോത്തുമാര് വന്ന് ഇത് പറഞ്ഞോണ്ടിരിക്കും, അയ്യോ അബ്രാമേ, നമ്മൾ ഇറങ്ങി തിരിച്ചല്ലോ, നമുക്കൊന്നും അത് നടക്കത്തില്ല. എന്നും ഞങ്ങളുടെ ആൾക്കാർ തമ്മിൽ പ്രശ്നമാണല്ലോ. ദൈവപ്രവൃത്തി നടക്കത്തില്ല. ഞാനും പ്രാർത്ഥിച്ചു ഒത്തിരി നാളായി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ. ആദ്യമൊക്കെ ഒരിച്ചിരി സന്തോഷം ഉണ്ടായിരുന്നു, ഇപ്പൊ വലിയ സന്തോഷമൊന്നുമില്ല. ഈ മറ്റേ ലോത്ത് ഇത് തന്നെ പറഞ്ഞെടുക്കത്തുള്ളൂ. ഇത് പറഞ്ഞ് നിന്നെയും വലയ്ക്കുന്നതാണ് ചില ലോത്തുമാര്. അത് നീ എന്ന് കട്ട് ചെയ്യുന്നു, അന്ന് നിന്റെ തല ഉയർത്തുന്ന. Yes. അടുത്ത വാക്ക ഹല്ലേലൂയ. അടുത്ത ഈ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോ എന്റെ ഉള്ളം ഭയങ്കരമായി. ഇത് നിങ്ങൾ
നിങ്ങൾ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണം. ഞാൻ ഇത് പറയുന്നത് ദൈവം ഇന്ന് മെസ്സേജ് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, അതിന് പകുതി പോലും ആയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കറിയാം ഇതിന്റെ അകത്ത് ചില ദൈവിക വഴികൾ ചിലതിന് വേണ്ടി ദൈവം ചിലതിനെ കൊണ്ട് എത്തിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ലൈൻ വായിച്ച ഇത് തന്നെ. ഹല്ലേലൂയ. അത് തന്നെ കാണിച്ചോ. ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം വായിച്ചോ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അവൻ എങ്ങോട്ടാ നോക്കിയെന്നറിയാമോ? ഒറ്റ സൈഡ് കിഴക്കോട്ടും. ദൈവം ഇവനോട് പറഞ്ഞത് 360 ഡിഗ്രി 360 ഡിഗ്രി നീ കറങ്ങി നോക്കിക്കോ. തെക്ക് വഴക്ക് കിഴക്ക് പടിഞ്ഞാറ്. ഹല്ലേലൂയ. നീ കണ്ടിട്ടില്ലാത്ത കാണാൻ പോകുക. ഇന്ന് പകൽ ചില ലോത്തുമാര് നിന്നെ ഇന്ന് കട്ടാവുമ്പോ അടുത്തത് നീ കാണാൻ പോകുന്നത് ഒരു അസാധാരണ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് യേശു ക്രിസ്തുവിൻ നാമത്തെ മടിച്ച ദൈവത്തിന് മഹത്വം കരയട്ടെ. ദൈവം എന്തോ കാണിക്കാൻ പോകുക. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തത്, നിനക്ക് പിന്നെ പരിധിയില്ലെന്ന്. അതിന്റെ അർത്ഥം ദൂരം എന്താണെന്നറിയാമോ? ചില ലോത്തുമാര് നിന്നെ വിട്ടു മാറിയാൽ നിന്റെ പരിധി പൊട്ടു. പരിധി വെച്ച ചില മണ്ഡലങ്ങൾ തൊഴുതു 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 തൊഴുതു. ലിമിറ്റുകൾ പൊട്ടുന്നു മകളെ. എന്തോ നിന്റെ ഭാവിക്ക് വേണ്ടി ഓപ്പണാക്കാൻ പോവുക ദൈവം. പ്രാർത്ഥിച്ചോ. 360 ഡിഗ്രി പോലെ ഇന്നെന്തോ ഓപ്പൺ ആവുക. റിസീവ് ഇറ്റ്, റിസീവ് ഇറ്റ്. ചില ലോത്തുമാര് മാറിയാൽ നിന്റെ പരിധികൾ പൊട്ടുക. ഒരു ഡയറക്ഷൻ മാത്രമല്ല, 4 ദിക്കിലേക്ക് നിന്റെ കണ്ണ് പറയാൻ പോവുക. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ദൈവത്തിന്റെ വഴി വെളിപ്പെടുന്നു. ആരോടൊക്കെയോ ദൈവം പറയുന്നു. ഏതൊക്കെ 1 2 കണ്ടു നീ ഭാരപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ അസാധാരണമായ വഴികൾ നിനക്കായി നിന്റെ തലമുറയ്ക്കായി ഓപ്പണാക്കുന്ന ദൈവം. ദൈവത്തിന്റെ വഴി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ വഴി വെളിപ്പെടുന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞാൻ പ്രവചിക്കുന്നു. ദൈവത്തിന്റെ അസാധാരണമായ വേ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുക. നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുക. നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുക. നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുക. യേശു ക്രിസ്തുവിൻ നാമത്തെ. അട്ടക്കാര ഹന്ദാരാബ ചേലിൽ കാര അട്ടര ഹന്ദര ഹന്ദര ഹന്ദേ ശേബല ബത്തര 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 ശേബല ബത്തര ബന്തര ബന്തര ബച്ചന്ദാര റെകൽകാര ഹന്ദാരാബ ശേദൽ ബാല റിഗാബാല ഹന്ദാരാബ ശേദേ ദേവേ ഊഡാബാല ഹന്ദാരാഗ. നിന്റെ അനുഗ്രഹം ലിമിറ്റഡ് അല്ല. നിന്റെ ദൈവപ്രവൃത്തി ലിമിറ്റ് അല്ല. ഒരു സൈഡ് ഇൻക്രീസ് അല്ല. കംപ്ലീറ്റ് മണ്ഡലത്തിൽ എവിടേക്കോ ദൈവം വിളിച്ചു പറയുന്നു. ഒരു ഏരിയ ഈ ദൂതൻ ഏറ്റെടുത്തു. ഒരു ഏരിയയുടെ വിടുതൽ മാത്രം കണ്ട നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വഴി വെളിപ്പെട്ട സകല മണ്ഡലങ്ങളിലോ ദൈവത്തിന്റെ അത്ഭുതം കാണുന്നു. എല്ലാ പരിധികളും പൊട്ടുക. ചില ലോത്തുമാരെ കട്ട് ചെയ്യ്, ചില ബന്ധങ്ങൾ കട്ട് ചെയ്യ്, ചില ജീവിതശൈലി കട്ട് ചെയ്യ്. ഒരു ഓവർഫ്ലോ വെളിപ്പെടാൻ പോവുക. നീ നിറഞ്ഞു ഒഴുകാൻ പോവുകയാണ്. ഒരു പ്രവാചകൻ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ ഈ സ്റ്റേജ് മുതൽ ദൈവദാസന്മാരെ പിടിച്ചു ഓരോരുത്തരെ നോക്കി വിളിച്ചു പറയാ. ഇതുവരെ കണ്ടതല്ല ഒരു 360 ഡിഗ്രി ഒരു ദൈവമഹത്വം ഈ ചർച്ചിന്റെ മേൽ, ഈ സഭയുടെ മേൽ. Yes, yes, I prophesy. നിന്റെ കൂടാരത്തിൽ അത് നിറവേറട്ടെ. ഇതുവരെ കണ്ടതല്ല. മൊത്തത്തിൽ തിരിയാൻ പോവുക. മൊത്തത്തിൽ തിരിയാൻ പോവുക. യെസ്, പ്രാപിച്ചോ. ആരാധിക്കുന്നവർ ആരാധിച്ചോ. കൈ അടിക്കുന്നവർ കൈ അടിച്ചോ.
അന്യഭാഷ സ്തുതിക്കുന്നവർ സ്തുതിച്ചോ. യെസ് യെസ് യെസ്. നീ ഇതുവരെ കാണാത്ത ദൈവം കാണിക്കാൻ പോവുക. ഒരു സീസൺ മാറുന്നു, ഒരു സീസൺ ചേഞ്ച് ആവുന്നു, ഒരു സീസൺ ചേഞ്ച് ആവുന്നു. 360 ഡിഗ്രി. നിന്റെ ബ്ലെസ്സിങ്ങിന് ലിമിറ്റ് ഇല്ല, പരിധികളില്ല. നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. തീ വന്നു വീഴുക, തീ വന്നു വീഴുക. ശക്തമേറിയ ദൂത പറയുന്നേ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിച്ചപ്പോ എനിക്ക് ആ വചനം കഴിഞ്ഞ് അടുത്ത വചനത്തോട്ട് പോകാൻ പറ്റിയില്ല. എന്റെ അകത്ത് കിടന്ന് തിളച്ചു മറിയുമായിരുന്നു. ഞാനിത് ഈ സഭയെ നോക്കി പ്രഖ്യാപിക്കാൻ പോവുക. ഇതൊരു പ്രവചന ശബ്ദമാണ്. ഇതുവരെ നീ കണ്ടതല്ല. ചില ലോത്തുമാരെ കട്ട് ചെയ്തോ, ചിലതിനെ പറഞ്ഞു വിട്ടോ. നീ പരിധികൾ പൊട്ടി നിനക്കൊരു മുന്നേറ്റം, പരിധികൾ പൊട്ടി നിനക്കൊരു യാത്ര, പരിധികൾ പൊട്ടി നിനക്കൊരു ശുഭത. ഇതുവരെ കാണാത്ത ദൈവിക വഴികൾ നിന്റെ മേൽ, നിന്റെ കൂടാരത്തിന്റെ മേൽ. രണ്ട് കാര്യം ഒത്തിരി ഇന്ന് പറയുന്നില്ല. ഹാഗാറിനെ പോലെ തിരിച്ച് മനസ്സ് ഒരുക്കി ക്ഷമിച്ച് ദൈവ പദ്ധതിക്കായി കാത്തിരിക്കാൻ തയ്യാറാണോ? നീ ദൈവ വഴി കാണും. സ്വന്തം ഉദ്ദേശം മാറ്റിവെച്ച് ഇസഹാക്കിനെ പോലെ ദൈവം പറഞ്ഞ സ്ഥലത്ത് വിതയ്ക്കാൻ തയ്യാറാണോ? നീ വർധനവ് കാണും. കൂടെ ഇറങ്ങി തിരിച്ചതാ, ഏറ്റവും അടുത്ത ആളാ, ഏറ്റവും നല്ല ബന്ധുവാ, ഒരു സീസണി വേണമായിരുന്നു. പക്ഷെ നിന്റെ ആത്മീയ മണ്ഡലത്തെ, നിന്റെ ഡെസ്റ്റിനിയെ, നീ എത്തേണ്ട തുറമുഖത്തെ എത്തിക്കാതെ നിന്നെ വലയ്ക്കുന്ന ആത്മാവ് അവന് ചലിക്കാൻ തുടങ്ങി എന്നറിഞ്ഞാൽ ഇനി അധികം ബന്ധം വേണ്ട.